നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളൊരു കരാർ ഒപ്പിട്ടതായി മാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ വ്യാപാര കരാറിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഒരു വസ്തുതയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് മേനി നടിക്കുന്ന ഇന്ത്യയിലെ പൗരന്മാരാണ് നമ്മൾ. നമ്മുടെ രാഷ്ട്രം മറ്റൊരു രാഷ്ട്രവുമായി ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, വ്യവസ്ഥകൾ എന്താണ്, നമ്മുടെ രാജ്യത്തെ ആ കരാർ എങ്ങനെ ബാധിക്കും എന്ന് അറിയാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ രാജ്യത്തെ ജനങ്ങളുടെ മുൻപിൽ നിന്നും ആ വ്യവസ്ഥകളെല്ലാം മറച്ചു പിടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ കൃഷി വകുപ്പ് സെക്രട്ടറി ബ്രൂക്കർ അമേരിക്കൻ പ്രസിഡന്റിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പ്രസ്താവന പുറത്തിറക്കുകയുണ്ടായി. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത്, അമേരിക്കയിലെ കർഷകരുടെ താല്പര്യങ്ങൾ പരിപാലിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് വിജയിച്ചു, അതിന് അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനവും എന്നാണ്. അമേരിക്കയിലെ കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾക്കിനി ഇന്ത്യൻ കമ്പോളം സ്വതന്ത്രമായി തുറന്നു കിട്ടും, എല്ലാ തീരുവകളും വെട്ടിക്കുറച്ചിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അവരുടെ അവകാശവാദം. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമുണ്ടാവില്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന ഒരു കരാറാണ് ഇത് എന്ന നിലയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് തീരുമാനം കൈക്കൊള്ളും എന്ന് അമേരിക്കൻ പ്രസിഡന്റാണ് ഇപ്പോൾ കുറച്ചു നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങരുത്, ഇന്ത്യയുടെ തീരുവ എന്തായിരിക്കണം, എന്തായിരിക്കരുത്, ഇതെല്ലാം അമേരിക്ക പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി നിശബ്ദനായി അനുസരിക്കുകയും ചെയ്യുകയാണ്. ഇത്തരമൊരു സാഹചര്യം ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടുണ്ടാവില്ല. ഈ ദിവസങ്ങളിൽ ലോകമാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എപ്സ്റ്റീൻ ഫയലുകൾ സംബന്ധിച്ചാണ്. നിങ്ങളെല്ലാം അത് സംബന്ധിച്ച് സാമാന്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന കൊടും ക്രൂരകൃത്യങ്ങളുടെ തുടർക്കഥകളാണ് എപ്സ്റ്റീൻ ഫയൽസിലുള്ളത്. നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്തതിൻ്റെ മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന കഥകൾ. ആ കെണിയിൽപ്പെടുത്തി ലോകത്തിലെ പല നേതാക്കളെയും തങ്ങളുടെ വരുതികൾ നിർത്താൻ സയനിസ്റ്റ് ഭീകരവാദികൾക്ക് സാധിക്കുന്നു എന്നതാണ് വസ്തുത. അത് സംബന്ധിച്ചെല്ലാം ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രവർത്തിച്ചത് എപ്സ്റ്റീൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്ന വിവരത്തിൽ ഉണ്ട്. ഇന്ന് ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖപ്രസംഗം അത് സംബന്ധിച്ചുള്ളതാണ്. ഇത് രാജ്യം എത്തിച്ചേർന്ന അപകടകരമായ ഒരു പ്രതിസന്ധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനിപ്പോൾ പ്രധാനമന്ത്രിയെ കടന്ന് വിമർശിക്കാനൊന്നും പോകുന്നില്ല എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേരിൽ. പക്ഷെ പുറത്തു വന്ന വിവരമനുസരിച്ച് എപ്സ്റ്റീൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ലോകം വെറുക്കുന്ന ഒരു കൊടും കുറ്റവാളിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തി എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, രാജ്യത്തിൻ്റെ പരമാധികാരവും സ്വാശ്രയത്വവുമെല്ലാം അപകടത്തിലാവുന്ന ഇന്ത്യയെ കർഷകരുടെ ശവപ്പറമ്പാക്കി മാറ്റുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. ഒപ്പം ഇന്ത്യയിലെ ജനസാമാന്യത്തെ ആകമാനം ഇരുട്ടിലാഴ്ത്തുന്ന വിധത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് മരണ വാറണ്ട് തയ്യാറാക്കി കഴിഞ്ഞു. രാഷ്ട്രപിതാവിൻ്റെ പേര് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ പദ്ധതി തന്നെ ഇല്ലാതാവുകയാണ്. ഒരു കേന്ദ്ര പദ്ധതിയായിരുന്നു, ഇപ്പോൾ കേന്ദ്ര പദ്ധതി അല്ലാതെയായി മാറി. നാളെ ആ പദ്ധതി ഇന്ത്യയിൽ ഉണ്ടാവില്ല. നോക്കി നിൽക്കെ മരിച്ചു പോകുന്ന ഒരു പദ്ധതിയായി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാറുന്നു.
നമ്മുടേതുൾപ്പെടെയുള്ള നാടുകളിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ചെറിയൊരാശ്വാസമായിരുന്നു, ആശ്രയമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുന്ന രാജ്യത്തോടുള്ള കൊടും ക്രൂരതയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിപൽക്കരമായ നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നമ്മുടെ നാട് കൈകോർത്ത് നിന്ന് അതിനെ എതിർക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിന്റെയും ദുർബലമായൊരു പ്രതിഷേധം പോലും ഉയർന്നു വരുന്നില്ല. അവർ മൗനം കൊണ്ടും വാക്കുകൾ കൊണ്ടും ജനവിരുദ്ധ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്. അതാണ് പ്രത്യേകത. തൊഴിലുറപ്പ് പദ്ധതിക്ക് മരണ വാറണ്ട് ഒരുക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ മുൻപിൽ അശ്ലീലഗാനം ആലപിക്കുന്ന പ്രതിബദ്ധതയില്ലാത്തവരുടെ കൂട്ടമായി കേരളത്തിലെ UDF മാറി. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ആർജവമില്ലായ്മയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഈ നാളുകളിൽ എപ്പോഴെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തി ഒരു വാചകം, ഒരു വാക്ക്, ഒരക്ഷരം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നാടിന്റെ വികസന സ്വപ്നങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരക്ഷരം ഇന്നു വരെ പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് പറയുന്നത് പ്രതിപക്ഷം? പ്രതിപക്ഷമാകെ ഉരുവിട്ടുകൊണ്ടിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള, അത് മാത്രമല്ലേ പറഞ്ഞിരുന്നത്?